ദിവസം ഉറപ്പാണ് സഹോദരങ്ങളെ, ഒരു ദിവസം മരിക്കും. നാളെ അഹമ്മദ് കബീറും അവന്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടഞ്ഞ് 6 അടി മണ്ണിലേക്ക് അവനെ മടത്തി കടത്തിയിട്ട് കൂമ്പാരം കൂട്ടിയ മണ്ണ് തരികളുടെ മുകളിൽ മീസാങ്കല്ല് അടയാളത്തിന് വെക്കും. ആ മീസാങ്കല്ലിന്റെ മറുഭാഗത്ത് മൈലാഞ്ചി ചെടികൾ ചുട്ടുപോകുമ്പോ ആരുമില്ലാതെ കിടക്കുന്ന കബറിന്റെ ഉള്ളിൽ നിന്ന് ആരാരുമില്ലാത്ത ഏകാന്തതയിൽ നിന്ന് ജനകോടികൾ ഒരുമിക്കുന്ന മഹ്ശറയിൽ ഹാജരാക്കപ്പെടും. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇല റഹ്മാനി വഫദാ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വിഭാഗം ആളുകളെയാണ് അല്ലാഹു പരലോകത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് വലതുഭാഗത്ത് നിൽക്കുന്നവർ, മറ്റൊന്ന് ഇടതുഭാഗത്ത് നിൽക്കുന്നവർ. മഹ്ശറയിലെ 2 വിഭാഗമാണ്. ഒന്ന് വലതുഭാഗത്ത് നിൽക്കുന്നവർ, 2ആയി മാറ്റും. മഹബൂബ് കറുത്തമുത്തൻ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുതി വെച്ച ലാസ്റ്റ് ചോദിക്കുമ്പോ തന്നാ എന്റെ കയ്യിൽ നിന്ന് പോകും. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. നാളെ പരലോകത്ത് സഹോദരങ്ങളെ, സഹോദരിമാരെ, 2 വിഭാഗങ്ങളേ ഉള്ളൂ. വസഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. നാളെ ആരാരുമില്ലാത്ത പരലോകത്ത് ഈ പച്ചമണ്ണിൽ നിന്ന് എന്നെയും നിങ്ങളെയും പടച്ചെടുത്ത പടച്ചറപ്പിനെ തന്നെയാണ് സത്യം 2 വിഭാഗമായിട്ട് അല്ലാഹു വേർതിരിക്കുമ്പോ വസഹാബുൽ മൈമനതി മാ സഹാബുൽ മൈമന. വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അല്ലാഹു പറയാണ്, നാളെ പരലോകത്ത് വലതുഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലാ. സിദ്രിൻ മഖ്ലൂദ് വതൽഹിൻ മംലൂദ് വമാഇൻ മസ്കൂബ്. അല്ലാഹു വലതുഭാഗത്ത് ഞങ്ങളെ മാറ്റി നിർത്തണേ അവർക്ക് അല്ലാഹു കൊടുക്കുന്നതേലാ നിരനിരയായി കുരച്ചു കിടക്കുന്ന വാഴപ്പഴങ്ങൾ, തൂങ്ങി നിൽക്കുന്ന മുന്തിരിക്കുലകൾ, എല്ലാ തണുപ്പുകളും തണലുകളും വിളിച്ചു കൊടുത്ത സ്വർണ്ണ പല്ലക്കുകൾ കാത്തു നിൽക്കുന്ന ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് സ്വർഗത്തിന്റെ സുഖാഡംബരങ്ങൾ മുഴുവനും ആസ്വദിച്ചുകൊണ്ട് അവരാ പരലോകത്ത് കിടക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടെപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ അവിടെപ്പെടുത്തട്ടെ. ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ച നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളുമായി നാളെ നമ്മൾ സ്വർഗത്തിന്റെ വലതുഭാഗത്ത് അണിനിരക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പക്ഷേ മറുഭാഗത്ത് കുറെ ആളുകളുണ്ട്. അത് പറയാനാണ് ഈ സദസ്സിന്റെ അവസാനം ഞാനിത് പറഞ്ഞത്. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം ഈ സൂറത്തോടൊരു സുന്നത്താണ്. ആ സുന്നത്താണ് സൂറത്തുൽ വാഖിയ. വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ. നാളെ പരലോകത്ത് ഇടതുഭാഗത്തേക്ക് വലിച്ചെറിയപ്പെടുന്നവർ, അല്ലാഹുവിന്റെ മലക്കുകളെ തള്ളി മാറ്റുന്നവർ, തെമ്മാടികളെ മാറി നിൽക്കടാ, നിനക്ക് സ്വർഗമില്ലടാ, നിനക്ക് പടവർഗങ്ങളില്ലടാ, നിനക്ക് പാനീയങ്ങളില്ലടാ, നിനക്ക് പടച്ചറപ്പിന്റെ ഇല്ലടാ, നിനക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തില്ലടാ. മാറി നിൽക്കടാ ഇടതുഭാഗത്തേക്ക്. അവരെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇരുമ്പിന്റെ ചങ്ങലകളിട്ട് വലിച്ചു കൊളുത്തിയിട്ട് അവരെ നരകത്തിന്റെ ഇടതുഭാഗത്തേക്ക് മാറ്റി നിൽക്കും. നരകത്തിന്റെ ഇടതുഭാഗം ഏതെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ LDF UDF അല്ല. നാളെ പരലോകത്ത് ഇടതുഭാഗത്ത് നിൽക്കുമ്പോ ഇടതുഭാഗത്തേക്ക് മാറ്റി നിർത്തുമ്പോഴുള്ള അവസ്ഥ ഏതാ? അല്ലാഹു പറയാ, പരലോകത്തിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നവരുടെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഇവരാരാന്ന് ഇൻഷാ അല്ലാഹ് അവസാനം പറഞ്ഞിരാ. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. അല്ലാഹു പറയാ, ഫീ സമൂമിൻ വഹമീം. അവിടെ തീതുപ്പുന്ന വിഷക്കാറ്റുകൾ ആഞ്ഞു വീശുന്നു. അവരുടെ ശരീരത്തെ കരിച്ചു കളയുന്ന, അവരുടെ രോമ
അരച്ചു കളയുന്ന, അവരുടെ തോലുരിച്ച് ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന തീക്കാറ്റുകൾ. എങ്ങനെയാണ് നരകത്തിന്റെ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? ഈ ഫെബ്രുവരി ആയതേയുള്ളൂ, മാർച്ചായിട്ടില്ല, വേനൽക്കാലമായിട്ടില്ല. കേരളം രോഗമനി 100 വർഷത്തിന് ശേഷമുള്ള ഏറ്റവുമുള്ള വരൾച്ചയിലേക്ക് കേരളം പോവുകയാണ്. പതറുന്ന തീ ചൂടിന്റെ ഇടയിൽ ജലസ്രോതസ്സുകൾ പോലും വറ്റിപ്പോവുകയാണ്. ഭാരതപ്പുഴയും ചാലിയാറും കബനിയും തടം തല്ലിയാ തുടങ്ങിയ മലയാള കേരളം വരൾച്ചയിലോട്ട് കടന്നു പോകുമ്പോ മെയ് 31 വരെ കുഴൽക്കിണർ പോലും കുടിക്കാൻ പാടില്ലെന്ന് സർക്കാർ ഉത്തരവിട്ടു. കേരളത്തിൽ ആദ്യമാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് ഏറ്റവും ചൂടുള്ള പാലക്കാടിന്റെ തമിഴ്നാട് ബോർഡറിലാണ്. എന്റെ പൊന്നുമോളെ, നട്ടുച്ച നേരത്തെ ഈ വെയില്, ഏറ്റവും ചെറിയ വെയിലെടുക്കുമ്പോ ഒരു കാറ്റാഞ്ഞടിച്ചാൽ അന്തരീക്ഷത്തിലെ വെയിലിന്റെ ഒരു ചൂട് നമ്മുടെ മുഖത്ത് അടിക്കുമ്പോ എത്ര പെട്ടെന്നാണ് തണലിലേക്ക് നമ്മൾ ഓടിക്കയറുന്നത്. അള്ളാഹു പറയാ, നരകത്തിന്റെ ഇടഭാഗത്ത് നിൽക്കുമ്പോ അവരുടെ മുഖത്തേക്ക് നരകത്തിന്റെ തീക്കാറ്റാഞ്ഞു വീശുമത്രേ. ആ തീക്കാറ്റാഞ്ഞു വീശുമ്പോ അവരുടെ അവിടെ കിടന്നിട്ട് ദാഹം കൊണ്ട് വിടയവ്. ഈ 2 മണിക്കൂർ പ്രസംഗിച്ചപ്പോ ഈ വിനീതൻ എത്ര ഗ്ലാസ് വെള്ളമാ കുടിച്ചത്? സാധാരണ പോലെയല്ല, നാവ് പറ്റുകയാണ്, ശരീരത്തിന് വേർപ്പെടുകയാ. ആ നരകവാസികൾ ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി ചോദിക്കുമ്പോ അവര് വിളിച്ചു ചോദിക്കുമത്രേ, അല്ലാ ഒരൽപ്പം ഭക്ഷണം തരുമോ അല്ലാ? അല്ലാഹു അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണമേതാ? ലാകിലൂന മിൻ ശജരിൻ മിന സഖൂം. അല്ലാഹു സഖൂം എന്ന് പറയുന്ന പഴങ്ങളാണ് അവർക്ക് തിന്നാൻ കൊടുക്കുന്നത്. എന്താ സഖൂം എന്നറിയോ? അതറിയണമെങ്കിൽ സൂറത്ത് സാഫാത്തിൽ വരണം. ഇന്നഹാ ശജറത്തുൻ തഖറുജു ഫീ അസ്ലിൽ ജഹീം തല്ലുഹാ കന്നഹു റൂസുശ് സഖൂം എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു വന്നൊരു വൃക്ഷമാ. ആ വൃക്ഷത്തിന്റെ പഴം തല്ലുക, അതിന്റെ പഴങ്ങളെന്ന് പറഞ്ഞാൽ പിശാചിന്റെ തലയോട്ടിയാ. ഇടതുഭാഗത്ത് നിന്നിട്ട് തീക്കാറ്റിന് വിശക്കുമ്പോ പിശാചിന്റെ തലയോട്ടി അവരുടെ അണ്ണാക്കിലേക്ക് മലക്കുകൾ കുത്തിക്കൊടുക്കുമ്പോ പിശാചിന്റെ തലയോട്ടി വയറ്റിൽ ചെന്നപ്പോ അവര് ദാഹിച്ചിട്ട് നിലവിളിക്കുകയാണ്, അല്ലാഹുവേ കുടിക്കാനൊരൽപ്പം വെള്ളം തരുമോ? ചിന്തിക്കുപങ്ങളെ, ഒരൽപ്പം വെള്ളം തരുമോ? ഒരൽപ്പം വെള്ളം തരുമോ? ദാഹജലം തരുമോ? മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ നടന്നു പോകുന്നു. ചൂടുകൊണ്ട് വെള്ളം ചോദിക്കുന്നു. ഒരു തണുത്ത കുടത്തിലൊരൽപ്പം വെള്ളം കിട്ടുന്നു. തണുത്ത ജലം ആഗ്രഹിച്ചപ്പോ തണുത്ത വെള്ളം കിട്ടിയപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വെള്ളത്തിന്റെ കൂതയും പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. ചുറ്റുനിന്നവര് ചോദിച്ചെന്തിനാണ് ഇബ്നു ഉമറെ കരയുന്നത് റളിയല്ലാഹു അൻഹു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, എനിക്കൊരൽപ്പം ദാഹം വന്നപ്പോ, ഒരൽപ്പം വെള്ളം വേണമെന്ന് ഞാൻ കൊതിച്ചപ്പോ തണുത്ത വെള്ളം അല്ല എനിക്ക് തന്നല്ലോ. ആ സമയത്ത് ഞാൻ ഖുർആന്റെ ഒരു ആയത്തോർത്തു പോയി. നാളെ നരകത്തിൽ കിടന്ന് ദാഹം കൊണ്ട് നിലവിളിക്കുമ്പോ നരകവാസികൾ ചോദിക്കും, അല്ലാഹുവേ അന്നഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹുവേ തരൽപ്പം വെള്ളം തരുമോന്ന് ചോദിക്കുമ്പോ വഹാല വഹീല ബൈനഹും വബൈനമാ യസ്തഹൂൻ. നരകവാസികളുടെയും വെള്ളത്തിന്റെയും ഇടയിൽ അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കും. ഞാനിതോട്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നു. ഇന്നിവിടെ വെച്ച് ദാഹിച്ചു കൊണ്ട പറഞ്ഞപ്പോ എനിക്ക് വെള്ളം കിട്ടി. നാളെ പരലോകത്ത് ഇബ്നു ഉമർ ദാഹിച്ച് നിലവിളിക്കുമ്പോ ഇതുപോലെ വെള്ളം കിട്ടുമോ? ചിന്തിക്കുമോനെ, ഉമർ റളിയല്ലാഹു അൻഹു നിന്റെ മോന്റെ ചിന്തയാരത്? പാപികളായ നമ്മൾ ഇതൊക്കെ ചിന്തിക്കേണ്ടതല്ലേ? എന്റെ ഇടയിലൊരു മറ അല്ലാഹു സൃഷ്ടിക്കുമോ? നരകവാസികൾ വിളിക്കുന്ന വെള്ളം തരുമോ അല്ലാഹ്? അവരോട് അല്ലാഹ് പറയാണ്, കുടിക്കാൻ കൊടുക്കുന്നതേതാ? ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ശാരിബൂന ശുർബൽ ഹീം.
ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. ഹമീം എന്ന് പറയുന്ന തിളച്ചുമറിയുന്ന ചീഞ്ചലം അല്ലാഹു അവർക്ക് കുടിക്കാൻ കൊടുക്കും. പിശാദിന്റെ തലയോട്ടിയും ഹമീം എന്ന തിളച്ചുമറിയുന്ന ചീഞ്ചലവും കുടിക്കുമ്പോ ആ ഹമീമിന്റെ ചൂട് കാരണത്താൽ അവരുടെ ആമാശയത്തിന് മുഴുവൻ വല്ലാതെ ചൂടിൽ കരിഞ്ഞ് അവസാനം പിട്ടഭാഗത്തുകൂടി ടാറൊലിച്ചിറങ്ങുന്നത് പോലെ അവരുടെ കുടൽമാലകൾ താഴെ കൊഴുകി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈ നരകത്തിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ, ഈ ശിക്ഷയിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആർക്കാണ് ഈ ശിക്ഷ എന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ഇത് ആർക്കാ ഈ ശിക്ഷ എന്നറിയോ? വകാനൂ യുസ്റൂന അലൽ ഖിനസിൽ അലീം. അവരവസാനം വരെ പാപത്തിൽ ഉറച്ചു നിന്നവരാ, അവര് ചെയ്ത പാപത്തിൽ ഉറച്ചു നിന്നവരാ. വകാനൂ യുസ്റൂന അലൽ ഖിനസിൽ അലീം. അവര് ചെയ്ത പാപങ്ങൾ അവര് നിരന്തരമായി ഉറച്ചു നിന്നവരാ. ആര് പറഞ്ഞാലും മാറ്റൂല, ആര് ബോധവൽക്കരണം നടത്തിയാലും മാറ്റൂല. ഞാൻ ഇതേവരെ പറഞ്ഞതിന് ഞാൻ അവസാനം ഒരു അടിക്കുറിപ്പെടുന്നു. പെങ്ങളെ നിനക്ക് ആടിത്തുമറുക്കാം, ആണുങ്ങളെ നിനക്ക് പണത്തിന്റെ ഹുങ്ക് കാണിക്കാം, ആരോഗ്യത്തിന്റെ അധികാരം കാണിക്കാം. പക്ഷേ നാളെ മരിച്ചിട്ട് നരകത്തിൽ വരുമ്പോ വകാനൂ യുസ്റൂന അലൽ ഖിനസിൽ അലീം. അവര് ചെയ്ത പാപങ്ങളിൽ ഉറച്ചു നിന്നവരാ. അടുത്ത വർഷവും മാറ്റമില്ല, ഇനിയും മാറ്റമില്ല. ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മഹ്ശറയിൽ കാണാം. ഫസൗഫ തറാ ഇദൻ കശഫൽ ഗുബാറു അഫർസും തഹതരിജിക അം ഹിമാറു. അല്ലാഹു നമ്മളെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതേവരെ കേട്ടവരോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഇതുവരെ അറിവില്ലായ്മയായിരുന്നുവെങ്കിൽ, അറിയാത്തതായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ പിറപ്പിനെ പോലെ വാക്കവി പറയാണ്. തെറ്റിതിരുത്തി ഇസ്ലാമിന്റെ പാതയിലേക്ക് തിരിച്ചു വരണേ സഹോദരിമാരെ, വിദ്യാർത്ഥികളെ. അള്ളാഹുവിന്റെ ദീനിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊരു തിരിച്ചറിവിന്റെ വാളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.